ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോമ്പ് കാല ചിന്തകളിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 23-ാം അധ്യായത്തിലെ 34-ാം തിരുവചനം. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലൂക്ക മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന ക്രൂശിതിൻ്റെ 3 തിരുവചനങ്ങളിൽ ആദ്യത്തേതാണിത്. നോമ്പ് കാലത്തിൻ്റെയും പെസഹയുടെയും ശക്തമായ സന്ദേശം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മാതൃക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന ഗുരുമൊഴി എപ്രകാരം പ്രാവർത്തികമാക്കണം എന്ന ഗുരുനാഥൻ സ്വന്തം മാതൃകയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷയായി മതകോടതിയും രാഷ്ട്രീയ കോടതിയും വധശിക്ഷ വിധിച്ച കുരിശിൽ തറച്ചവൻ്റെ അധരങ്ങളിൽ നിന്നാണ് ഈ തിരുമൊഴി ഉതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. എല്ലാം അറിയുന്നവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ, ആ ദൈവം തൻ്റെ പിതാവാണ്. പിതാവിൻ്റെ ഹിതമാണ് ഇവിടെ നിറവേറുന്നത്. ആ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം ഉപകരണമാക്കിയവരാണ് ഇവിടെ യേശുവിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ പ്രാർത്ഥന, അവരോട് ക്ഷമിക്കണമേ. അതിന് കാരണമായി ഒരു കാര്യം എടുത്തു പറയുന്നു, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇത് സത്യമാണോ എന്ന സംശയം തോന്നാം. യേശു നിരപരാധിയാണെന്ന് മനസ്സിലാക്കി കൈ കഴുകിയ പിലാത്തോസിന് അറിയില്ലേ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്? അനേകം സാക്ഷികൾ ശ്രമിച്ചിട്ടും ഒരു കുറ്റവും തെളിയിക്കാൻ കഴിയാത്ത ജനങ്ങളുടെ സംഘത്തിന് അറിയില്ലേ യേശു നിരപരാധിയെന്ന്? അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. മതാത്മക കോടതിയിൽ യേശുവിനെതിരെ ഉന്നയിച്ചത് ആത്യന്തികമായി ദൈവദൂഷണമാണ്. അവൻ സ്വയം ദൈവതുല്യനായി ദൈവമായി പ്രഖ്യാപിക്കുന്നു. ഇത് എല്ലാവർക്കും ബോധ്യമായി ഇതിനെ വധശിക്ഷ അറിയിക്കുന്ന കുറ്റമായി അവർ കരുതി. പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് താൻ രാജാവാണെന്ന് സംശയത്തിന് പഴുതില്ലാതെ യേശു പ്രഖ്യാപിച്ചു. അതും മരണശിക്ഷ ഇറക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ്. വധശിക്ഷയ്ക്ക് കാരണമായി കുരിശിൻ മുകളിൽ എഴുതി വെച്ച നസ്രായക്കാരൻ യേശു എന്ന കാര്യവും നമുക്കറിയാം. യൂതന്മാരുടെ രാജാവ് എന്ന കുറ്റപത്രം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഈ ശിക്ഷ വിധിച്ചവരെ തെറ്റുകാരെന്ന് പറയാൻ കഴിയുമോ? ഇത് തന്നെയാണ് പിതാവിന് മുമ്പിൽ മാപ്പിരക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ഉന്നയിക്കുന്ന ന്യായവേദം. അവർ അറിഞ്ഞില്ല തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. ദേവപുത്രനെ ദൈവദൂഷകനായും മിശിഹ രാജാവിനെ രാജദ്രോഹിയായും വിധിക്കുന്നതിലെ വൈരുദ്ധ്യം അവർ ഗ്രഹിച്ചില്ല. തങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയത് അവർ ചെയ്തു. അത് ഏറ്റവും വലിയ പാപമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. മിക്കവാറും എല്ലാ പാപങ്ങളുടെയും കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ചെയ്യുന്ന തെറ്റിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല നാം ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തെറ്റും ചെയ്യുമ്പോൾ അതിനോട് ലഭിക്കാവുന്ന നന്മ ലാഭം മാത്രമായിരിക്കും ചിന്താ വിഷയം. ദൈവഹിതത്തിന് വിരുദ്ധമായോ അയൽക്കാരനെതിരായോ പ്രവർത്തിക്കുന്നു എന്നതിന് അത്ര പ്രാധാന്യം ലഭിച്ചെന്നു വരില്ല. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കാതടക്കുന്നവർക്ക് ആ പ്രചോദനങ്ങൾ കേൾക്കാൻ കഴിയാതെ വരും. വഴി തെറ്റിയ മതതീഷ്ണമായ കാര്യങ്ങൾ, രാഷ്ട്രീയ ഭീകരത, സ്വാർത്ഥ ലാഭവും സുഖ സൗകര്യങ്ങളും തീർന്ന വ്യക്തികളുടെയും സമൂഹത്തിലുടെയും അവരുടെ സംസ്കാരത്തിലും ചിന്തകളും ഇതുപോലുള്ള കാര്യങ്ങൾ എന്തിനായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. ലോക ജനസംഖ്യയിൽ പകുതിയോളം പേരെ പട്ടിണിയിലാഴ്ത്തുന്ന ഉപഭോഗ മരണ സംസ്കാരത്തിലും എല്ലാം യേശുവിൻ്റെ പ്രാർത്ഥന പ്രസക്തമാവുന്നു. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. എന്നാൽ ഇത് തിന്മയിൽ തുടരാൻ അനുവദിക്കുന്നതായി കരുതാൻ പാടില്ല. യേശുവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയും പ്രചോദനവുമാകണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമയ്ക്കായി പിതാവിനോട് അപേക്ഷിക്കാനും ഇത് പ്രേരണ നമുക്ക് നൽകണം. പിതാവ് പ്രാർത്ഥന കേൾക്കും, അതേസമയം നാമും ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം. അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല എന്നുള്ള ഒരു ചിന്താശക്തി, അതിലൂടെ നമുക്ക് ദൈവസാമീപ്യം, ദൈവത്തിനെ അടുത്ത് നിൽക്കാനും നമ്മുടെ നോമ്പ് ജീവിതകാലത്തിന് ഇതിൻ്റെ അർത്ഥം ശരിയായ അർത്ഥത്തിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കും.
നമുക്കതിനായിട്ട് നമ്മൾ തന്നെ ഒരുങ്ങാം. ഈ പൂർണ്ണ ദിവസങ്ങളിൽ, ഈ നോയമ്പിൻ്റെതായ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ ക്ഷമിക്കാനായിട്ട്, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ചിന്താശക്തി നമുക്ക് ലഭ്യമാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ കർത്താവേ, അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരായിട്ട് തിരിയുമ്പോൾ അവർ ചെയ്യുന്നത് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ യേശുവേ. പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവേ കരുണ കാണിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.